കാർഷിക ഫലവൃക്ഷ പ്രചാരക സമിതിയും സൗത്ത് സൺ അഗ്രികൾച്ചർ ഫാം മണ്ണുത്തിയും ഫാർമേഴ്സ് അസോസിയേഷനും ചേർന്ന് ഒരുക്കുന്ന പറവൂർ ഹരിതോത്സവം മെയ് 27 മുതൽ ജൂൺ 5 വരെ പറവൂർ മുനിസിപ്പൽ ഓഫീസ് മൈതാനിയിൽ നടക്കുന്ന കാര്യം നോർത്ത് പറവൂർ പ്രസ് ക്ലബ്ബിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ സംഘാടകർ അറിയിച്ചു. ഭക്ഷ്യ സ്വയം പര്യാപ്തത യജ്ഞത്തിന്റെ ഭാഗമായി കേരളത്തിന് ആവശ്യമായ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് പരിപാടി നടത്തുന്നതെന്നും അലങ്കാര പുഷ്പ ഫലവൃക്ഷ പ്രദർശനവും വിപണനവും നടക്കുമെന്ന് സംഘാടകരായ ഫാർമേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി വി മാത്യു, ഫലവൃക്ഷ പ്രചാരക സമിതി സെക്രട്ടറി പി വി സതീഷ് കുമാർ, മാസ്റ്റർ ട്രെയിനർ കെ വി എസ് മണി, കോർഡിനേറ്റർ സുനിത എസ് നായർ എന്നിവർ മാധ്യമങ്ങളെ അറിയിച്ചു. പറവൂർ ഹരിതോത്സവം എന്ന പേരിൽ ഈ നാളെ മുതൽ 27-ാം തീയതി മുതൽ ജൂൺ 5-ാം തീയതി വരെ പറവൂർ മുനിസിപ്പൽ ഓഫീസിന് എതിർവശത്തായിട്ടുള്ള മൈതാനത്ത് പാർക്കിൽ വെച്ചിട്ട് നമ്മളൊരു 10 ദിവസത്തെ ഒരു പ്രോഗ്രാം നടത്തുകയാണ്. അപ്പം അതിനകത്ത് 400-ൽ പരം ഫലവൃക്ഷത്തൈകൾ, ചെടികൾ, പൂച്ചെടികൾ, പച്ചക്കറി തൈകൾ, പച്ചക്കറി വിത്തുകൾ, നടീൽ വസ്തുക്കൾ, അതുപോലെ തന്നെ കർഷകരുടെ തന്നെ അവരുടെ ഉൽപ്പന്നങ്ങളിലും അതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും സുഗന്ധവ്യഞ്ജനങ്ങൾ അങ്ങനെയുള്ള കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നത്. അതിനോടനുബന്ധിച്ച് വളങ്ങൾ, ജൈവ കീടനാശിനികൾ, അത്തരത്തിലുള്ള വിവിധങ്ങളെ ഉൽപ്പന്നങ്ങളുണ്ടാകും. പ്രാദേശിക സംരംഭകരുടെ ഉൽപ്പന്നങ്ങളുണ്ടാകും. നമുക്ക് വേണ്ട പച്ചക്കറികളും ഫലവൃക്ഷങ്ങളും സ്വയം നമുക്ക് തന്നെ കുറച്ച് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നമുക്ക് വേണ്ടത് നമ്മൾ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമാണ് നമ്മളൊരു ഉദ്ദേശം. ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മൾ അധ്വാനിക്കുന്ന പൈസയുടെ ഏറിയ പങ്കും ആരോഗ്യരംഗത്താണ് നമ്മൾ ചെലവാക്കുന്നത്. അതായത് കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ ഒരു കറിവേപ്പ്, ഒരു തക്കാളി, ഒരു വെണ്ട, ഒരു വഴുതന, ഒരു ഗ്രോ ബാഗിൽ ഓരോ തൈ വച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം നമ്മൾ എപ്പോഴും കൂടുതൽ എടുക്കുന്നത് കറിവേപ്പ്, പച്ചമുളക് ഏറ്റവും കൂടുതൽ വിഷം വരുന്ന സാധനമാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. 27-ന് രാവിലെ 10:30 നഗരസഭാ ചെയർമാൻ രമേശ് ടി കുറുപ്പ് ഉദ്ഘാടനം ചെയ്യും. CJ ജോയ്, സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.